വിയൂർ സെൻട്രൽ ജയിലിലുള്ള മകന് കഞ്ചാവുമായി എത്തിയ അമ്മ അറസ്റ്റിൽ. തിരുവനന്തപുരം പന്നിയോട് സ്വദേശി ലതയാണ് അറസ്റ്റിലായത്. MS ലിഷോയ് വിവരങ്ങൾ വായിച്ചത്. ലിഷോയ്, നല്ല ബെസ്റ്റ് അമ്മ. ഈ ജയിലിലാണ് മകൻ, അവിടേക്ക് കഞ്ചാവുമായി എത്തുന്നു. എങ്ങനെയാണ് പിടിയിലാകുന്നത്? ആരാണിവർ? അതായത് കാപ്പ നിയമപ്രകാരം ജയിലിൽ കഴിയുന്ന തിരുവനന്തപുരം സ്വദേശിയായ ഹരികൃഷ്ണനെ കാണാനാണ് പ്രതിയുടെ അമ്മ ലത എത്തിയത്. അമ്മ ജയിലിലേക്ക് എത്തുമ്പോൾ മകന് കഞ്ചാവ് നൽകുന്നുണ്ട് എന്ന രഹസ്യ വിവരം എക്സൈസിന് ലഭിച്ചു. അങ്ങനെ ലതയുടെ കൈവശം കഞ്ചാവ് ഉണ്ടെന്നതിന്റെ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് സംഘം പരിശോധിക്കുകയായിരുന്നു. ഹാൻഡ് ബാഗിലാണ് കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത്. ജയിലിനുള്ളിൽ കടക്കുന്ന പ്രതികൾക്ക് മയക്കുമരുന്ന് എത്തിക്കാൻ സ്ത്രീകളെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള വിവരം ഈ എക്സൈസിന് ലഭിച്ചിരുന്നു. അങ്ങനെ പരിശോധന, അതായത് ഈ പരിശോധനകൾ മറികടക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ജയിലിൽ കാണാനെത്തുന്നവരെ മകനെ കാണാൻ എത്തുന്നു എന്ന രീതിക്ക് ഈ 80 ഗ്രാം കഞ്ചാവുമായി ഈ ലത എത്തിയത്. ഉടനെ തന്നെ അവിടെ ഉണ്ടായിരുന്ന എക്സൈസ് സംഘം ഇവരെ പരിശോധിക്കുകയും പിടികൂടുകയുമായിരുന്നു. കോടതിയിൽ ഉള്ള എക്സൈസ് സംഘമാണ് ഇവരെ പിടികൂടിയിരിക്കുന്നത്. എന്തായാലും ഈ മക്കൾക്ക് വേണ്ടി പലതും ചെയ്യുന്ന അമ്മമാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിൽ മകന് വേണ്ടി കഞ്ചാവ് കൊണ്ടുവരുന്ന അമ്മയെ നമ്മൾ ഒരുപക്ഷെ ആ ധൈര്യം ഒന്ന് സമ്മതിക്കണം അല്ലേ? മകൻ ജയിലിലാണ്, വിയൂർ സെൻട്രൽ ജയിലിലാണ്, അവിടേക്ക് കഞ്ചാവ് എത്തിക്കുന്നു. ഇവരുടെ ഒരു പശ്ചാത്തലം ശരിക്കും എങ്ങനെയാണ്? ഈ മകൻ എന്തിനാണ് ജയിലിൽ കിടക്കുന്നത്? ഇവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് അതെങ്ങനെയാണ്? സാധാരണഗതിയിൽ ജയിലിലേക്ക് ഈ കുറ്റവാളികൾ പ്രവേശിക്കുമ്പോൾ അവരെ പരിശോധിക്കുകയെല്ലാം തന്നെ ചെയ്യാറുണ്ട്. അതിനോടൊപ്പം തന്നെ കാണാനെത്തുന്നവരെയും പരിശോധിക്കാറുണ്ട്. പക്ഷെ ആ പരിശോധനയിൽ ഈ ജയിൽ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ കണ്ണുവെട്ടിച്ചാണ് ഇത്തരത്തിൽ ഇവർ ഹാൻഡ് ബാഗിൽ ഉള്ളിൽ ഒളിപ്പിച്ച രീതിയിൽ ഈ കഞ്ചാവ് എത്തിച്ചിരിക്കുന്നത്. മകൻ കാപ്പ കേസ് പ്രതിയാണ്. അമ്മയുടെ പശ്ചാത്തലം സംബന്ധിച്ച വിവരങ്ങൾ ഈ എക്സൈസ് സംഘം തേടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം പിടികൂടിയ ശേഷം കേസ് രജിസ്റ്റർ ചെയ്യുകയും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ നടപടികളെല്ലാം പുരോഗമിക്കുകയാണ്. ഇനി വിശദമായി ചോദ്യം ചെയ്താലാണ് എവിടെ നിന്നാണ് കഞ്ചാവ് കിട്ടിയത്, മുൻപ് ഇത്തരത്തിൽ സമാനമായ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള വിവരങ്ങൾ പോലീസിനും എക്സൈസിനും ലഭിക്കുക. ശരി, MS ലിഷോയാണ് വിവരങ്ങൾ നൽകിയത്. ജയിൽ